ദേശവാസികൾക്ക് ഞങ്ങളുടെ മധ്യാഹ്ന വന്ദനങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഈ ദേശത്തേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഇവിടെയുള്ള അയൽ ഭവനങ്ങളിലൊക്കെ പോയി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഒരു സുവിശേഷ സന്ദേശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞപ്പോൾ സമയം മധ്യാഹ്നത്തോടടുക്കുന്ന സമയമാണ്. ഒരു പക്ഷേ ഉച്ചക്കത്തേക്കുള്ള ആഹാരം ഒരുക്കുന്നതിന്റെയും കഴിക്കുന്നതിന്റെയും തിരക്കിന്റെ മധ്യത്തിലായിരിക്കാം. എങ്കിൽ പോലും ദേശവാസികളായ നിങ്ങൾ ഒരേ മനസ്സോടെ ദൈവവചനം കേൾക്കുവാനായിട്ട് നിങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നത് കാണുമ്പോൾ, മധുരംപാറയുടെ ഈ മനോഹര ദേശത്ത് നിൽക്കുമ്പോൾ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത അല്പം സന്തോഷമുണ്ട്. എന്നാൽ ഞങ്ങളിങ്ങനെ ഈ പാട്ടൊക്കെ പാടി ഞാൻ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആത്മീയ ചിന്തകളെ മധുരമായി കണക്കാക്കുന്നത് പോലെ മറ്റു ചില കാര്യങ്ങളെയും മധുരമായി കണക്കാക്കുന്ന ആളുകള് ഈ ദേശത്തുണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം നോക്കിയപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആരെയും കുറ്റം വിധിക്കുവാനോ ഒന്നുമല്ല. എങ്കിലും ഞാൻ പറയട്ടെ, ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് ചുരുങ്ങിയത് ഒരു എണ്ണി നോക്കിയാൽ ഒരു 10 കുപ്പിയെങ്കിലും, മദ്യക്കുപ്പിയെങ്കിലും എന്റെ തൊട്ടടുത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ജീവിതത്തിൽ മാധുര്യം തേടുവാനായിട്ട് ദൈവത്തെ തേടി നടക്കുന്ന വ്യക്തികളുമുണ്ട്. എന്നാൽ എവിടെ സമാധാനം കിട്ടും, എവിടെ സന്തോഷം കിട്ടുമെന്ന് അറിയായിക കൊണ്ടോ എന്തോ മറ്റു പല മാർഗങ്ങൾ, തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ അല്പം മദ്യം കഴിച്ചാൽ സമാധാനം കിട്ടുമോ എന്ന് ചിന്തിച്ച് ജീവിതത്തിൽ ആ മാർഗം തേടുന്നവരും ഇവിടെ ഇല്ലാതില്ല എന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം തെളിയിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പ്രിയ ദേശനിവാസികളെ, വലിയ മുഖവരയിലേക്കൊന്നും പോകാതെ, ഒരുപാട് ദേശകാര്യങ്ങളൊന്നും പറയാതെ, ഒരു പ്രത്യേക വിഷയം എന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി അനേകർ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കേണ്ട ഒരു പ്രത്യേക വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സുവിശേഷ സന്ദേശത്തിന് മറ്റൊരു പേര് ക്രൂശിന്റെ വചനം എന്നാ പറയുന്നത്. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന, വിശുദ്ധ വചനം വായിക്കുന്ന ഓരോ വ്യക്തികളും ആ വാക്യം കേട്ടിട്ടുള്ളവരായിരിക്കാം. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുരിശിന്റെ വചനം ഇന്ന് അനേകർക്ക് ശക്തിയായിട്ട് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ ശക്തി നൽകുന്ന ഒരു വചനമാണ്. പ്രിയമുള്ളവരെ, എന്റെ കയ്യിലിരിക്കുന്ന ഈ കുരിശിന്റെ വചനം അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ വചനം. എന്നെ കേൾക്കുന്ന നിങ്ങളോട്, കൊച്ചു കുഞ്ഞുങ്ങളോട് തുടങ്ങി ഞാൻ ഒരു വാക്ക് മുഖവരയായിട്ട് പറയട്ടെ. എന്റെ മക്കളെ, ഒരു പക്ഷേ നിങ്ങൾ ഏത് സ്കൂളിൽ പഠിക്കുന്നവരാണെങ്കിലും നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കാം, അല്ല പഠനത്തിൽ അല്പം പിന്നോക്കമായിരിക്കാം, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പുസ്തകം ഒന്ന് വായിക്കണം. നിങ്ങള് ഈ പുസ്തകം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്ന പുസ്തകമാ. ഈ പുസ്തകം എന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കണ്ണു തുറക്കുന്ന പുസ്തകമാ. ഈ പുസ്തകം നിങ്ങളെ നിത്യതയെ കാണിച്ചു തരുന്ന പുസ്തകമാ. അതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറയുന്നത്, മക്കളെ, ഈ പുസ്തകം ഒന്ന് രാവിലെ എഴുന്നേറ്റ് വായിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ. ഞങ്ങളൊക്കെ ഒരു പാട്ട് പാടാറുണ്ട്: ദിവസത്തിന്റെ തുടക്കത്തിൽ, ദിനമതിൻ തുടക്കത്തിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച മനുഷ്യന് ഒരു ദുരിതവും വരത്തില്ല എന്ന് പാടാറുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്: രാവിലെ എഴുന്നേറ്റ് കണ്ണും തിരുമ്മി ഈ പുസ്തകം ഒന്നെടുത്ത് വായിച്ചിട്ട് നിങ്ങളുടെ ദിവസം തുടങ്ങിയാൽ, എന്റെ പൊന്നു മക്കളെ, നിങ്ങളെ കരുതുവാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരുവാൻ ഒരു നല്ല നാഥനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യമേ എന്റെ വാക്കുകൾ പറഞ്ഞല്ലോ, ഈ പുസ്തകത്തിന്റെ ഒരു പേര്, ഈ സന്ദേശത്തിന്റെ ഒരു പേര് കുരിശിന്റെ വചനം എന്ന. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യവും കുരിശിനെ കുറിച്ചുള്ള ചില ചിന്തകൾ ദൈവം എനിക്ക് നൽകിയത് ദേശവാസികളായ നിങ്ങൾക്ക്
അല്ല എന്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ചിന്തിച്ചുകൊണ്ട് കാൽവറിയിലെ കുരിശിനെ കുറിച്ച് ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങള് എല്ലാവരും തന്നെ കുരിശിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരാ. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, കുരിശിനെ കുറിച്ചുള്ള 3 കാര്യങ്ങൾ നിങ്ങളുടെ അറിവിനായിട്ട് ഞാൻ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുരിശ്, ഒരു കാലത്ത് കുരിശിനെ മറ്റൊരു പേര് പറയുമായിരുന്നു, കഴുമരം അല്ലെങ്കിൽ കൊലമരം എന്ന് പറയുമായിരുന്നു. പണ്ട് കാലത്ത് റോമൻ ഭരണകൂടം ഈ ഭൂമിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവിടെ കൊടിയ കുറ്റവാളിക്ക് കൊടുക്കുന്ന ഏറ്റവും മൃഗീയമായ ശിക്ഷയായിരുന്നു കുരിശിൽ തറയ്ക്കുക എന്നുള്ളത്. നമ്മളൊക്കെ ഈ കാലത്ത് ആളുകൾ പറയും മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കരുത്, മനുഷ്യനെ കഴുമരത്തിലേറ്റതെന്ന് പറയും. നമുക്കറിയാം ആരെയാ കഴുമരത്തിലേറ്റുന്നത്? വലിയ കൊടും കുറ്റവാളികളെ, ഭീകരമായ രീതിയിൽ കൊലപാതകങ്ങൾ ചെയ്തവരെ, ദുഷ്കർമ്മങ്ങൾ ചെയ്തവരെ ഒക്കെ ഏറ്റവും അധികമായി കൊടുക്കുന്ന, അതിന് മറ്റൊരു പേര് ഇംഗ്ലീഷിൽ പറയും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇനി ഇവൻ ഈ സമൂഹത്തിൽ ജീവിച്ചാൽ സമൂഹത്തിനൊരു ബാധ്യതയാകും, സമൂഹത്തിനൊരു ഭാരമാകുമെന്ന് ചിന്തിച്ച് അങ്ങനെയുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ശിക്ഷയെ വിളിക്കുന്ന പേരാണ് കഴുമരം അല്ലെങ്കിൽ കുരിശിൽ തറയ്ക്കുക എന്നുള്ളത്. റോമൻ ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിൽ ആ കാലത്തുള്ള കൊടിയ കുറ്റവാളികളെ തറയ്ക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, കൊടിയ കുറ്റവാളികൾക്ക് ക്രൂരമായ ശിക്ഷ കൊടുക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കഴുമരമായിരുന്നു, അതിന്റെ പേരായിരുന്നു കുരിശ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കുരിശിൽ ഒരു മനുഷ്യനെ തറയ്ക്കുന്നത് ഞാൻ പറയട്ടെ. ആ കാലത്ത് ഏതെങ്കിലും ഒരു വ്യക്തി, കൊടിയ കുറ്റവാളി, റോമൻ ഭരണകൂടത്തിന് എതിരാണ് എന്ന് തോന്നിയാൽ ആ ഭരണകൂടം, ആ ന്യായാധിപന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? അദ്ദേഹത്തെ പിടിച്ച് ആ കൈകളിൽ, 2 കൈകളിലും ഒരു കുരിശ്, നമുക്ക് ആ കുരിശിന്റെ ചിഹ്നം അറിയാം, ആ കൈകളിൽ ആണി അടിച്ചിട്ട് ശൂന്യതയിൽ ഇങ്ങനെ തൂക്കിക്കിടത്തും. ആ വ്യക്തിയെ എന്ത് ചെയ്യുമെന്നറിയാമോ? 1, 2, 3 ദിവസം ഈ കുരിശിൽ കിടക്കുന്ന ഈ വ്യക്തി തന്റെ കൈകളിൽ അടിച്ച കാരരും പാണികളാൽ അവിടെ നിന്ന് രക്തം വാർന്നൊഴുകി ആ വ്യക്തി രക്തം വാർന്ന് മരിക്കും. പക്ഷേ ഉടനെ ഒന്നും മരിക്കയില്ല കേട്ടോ. അങ്ങനെ രക്തം വാർന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പക്ഷികൾ ആ വ്യക്തിയെ കൊത്തി തിന്നുവാനായിട്ട് തുടങ്ങും. ആ വ്യക്തിയുടെ ശരീരം ജീർണിക്കുവാനായിട്ട് തുടങ്ങും. ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുവാനായിട്ട് തുടങ്ങും. അടുത്തുകൂടെ പോകുന്നവർക്ക് സഹിക്കുവാൻ കഴിയാത്ത ദുർഗന്ധം ആ ശരീരത്തിലൂടെ ഒഴുകുവാനായിട്ട്, ആ ശരീരത്തിൽ നിന്ന് വമിക്കുവാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ള ആ വ്യക്തിയുടെ അടുക്കലുള്ളവർ പോലും എന്ത് ചെയ്യുമെന്നറിയാമോ? അയ്യോ സാധിക്കത്തില്ല, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവിടെ ഓടി ഒളിക്കുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു. ഞാൻ ഇത്ര പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ലോകം ഏറ്റവും ഭയപ്പെട്ട ഒരു മരണശിക്ഷയായിരുന്നു ക്രൂശീകരണം എന്ന് പറയുന്നത്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളോട് ഒരു വലിയ സത്യം ഈ ക്രൂശിനെ കുറിച്ച് പറയുവാനായിട്ടാ ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞു. എന്താണെന്നറിയാമോ? ഈ കുരിശിനെ ഒരു വലിയ മറ്റൊരു വസ്തുവിന്റെ, ദൈവം മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് ദൈവം മാറ്റി എന്നുള്ള വലിയ സത്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ടാണ് ഈ വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, പലപ്പോഴും ആളുകളോട് ചോദിക്കും, ഞങ്ങളിങ്ങനെ സുവിശേഷവുമായി ദേശാന്തരം കടന്നു ചെല്ലുമ്പോൾ ആളുകൾക്ക് കർത്താവായ യേശുവിനെ ഇഷ്ടമാ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, പലരുടെയും ജീവിതത്തിൽ അവർക്ക് കിട്ടിയ സൗഭാഗ്യത്തിന്റെ ഒക്കെ കാരണം എന്താണെന്ന് അവർ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ടാ എനിക്ക് ഇന്ന സൗഭാഗ്യങ്ങളൊക്കെ തന്നത്. കഴിഞ്ഞ ദിവസം സുവിശേഷവുമായി ഞാൻ ഒരു ഭവനത്തിലേക്ക് കടന്നുപോയപ്പോൾ അവിടെയുള്ള ആ സഹോദരി എന്നോട് പറഞ്ഞു, എന്റെ സഹോദര, ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ? ഞാൻ ചോദിച്ചു, ആ ദൈവം ആന്റിയെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്താ? ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, എന്റെ ഭർത്താവ് കണ്ടോ, സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെ ദൈവം എനിക്ക് നൽകി, എന്നെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാ. പിന്നെ ചൂണ്ടിക്കാണിച്ചു, എനിക്കൊരു മകനെ തന്നു, എന്റെ മകൻ
നല്ലൊരു മകനാ, എന്നെ അനുസരിക്കുന്ന, നന്നായിട്ട് പഠിക്കുന്ന നല്ലൊരു മകനാ. ഇവനെ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞു, കണ്ടോ, എനിക്ക് ഒന്നുമില്ലായിരുന്നു, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് മനോഹരമായ ഒരു ഭവനമുണ്ട്. ഇത് എന്നെ തെളിയിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യം ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എനിക്ക് കിട്ടുന്ന ഭൗതിക നന്മകളാണെന്ന് ആ മനുഷ്യൻ ചിന്തിക്കുന്നത്. എനിക്കൊരു വീട് കിട്ടിയാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്റെ രോഗം മാറിയാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നല്ല മക്കളെ തന്നാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എന്റെ പൊന്നു പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ഈ പറയുന്ന ഒന്നുമല്ല കേട്ടോ. അതപ്പം എങ്ങനെയാ സഹോദരൻ ശരിയാകുന്നത്? അപ്പൊ ഇതൊക്കെയല്ലേ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്? വിശുദ്ധ ബൈബിൾ, എന്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഈ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് അറിയാമോ? റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മളോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുന്നു എന്നാണ് വിശുദ്ധ തിരുവചനം എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാകട്ടെ അല്പം വിദ്യാഭ്യാസം കുറഞ്ഞവരാകട്ടെ, പഠനം കൂടിയവരാകട്ടെ വയസ്സ് കൂടിയവരാകട്ടെ കുറഞ്ഞവരാകട്ടെ, എല്ലാവരോടും എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവസ്നേഹത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവള് മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന ഈ പുസ്തകം എഴുതിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അമ്മയേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ, പെറ്റമ്മയേക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹത്തിന്റെ പേരാണ് ദൈവ സ്നേഹം. മറ്റൊരിടത്ത് ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാ. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കട്ടെ. നിന്റെ സഹോദര സഹോദരി, താങ്കളുടെ മാതാവ് താങ്കളെ സ്നേഹിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ താങ്കൾ ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കും, ഒരു കുഞ്ഞായിട്ട് താങ്കളുടെ മാതാവിന്റെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ ആ നിമിഷത്തിൽ തുടങ്ങിയ സ്നേഹമാ. ആണാകട്ടെ പെണ്ണാകട്ടെ എന്ന് വേർതിരിച്ചറിയുന്നതിന് മുമ്പേ ഒരു ജീവന്റെ തുടുപ്പ് തന്റെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ ആ നിമിഷത്തിൽ തുടങ്ങിയ സ്നേഹമാ ഒരു മാതാവിന്, ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള സ്നേഹം. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ സ്നേഹം നീ ഈ ഭൂമിയിൽ ഉരുത്തിരിയുന്നതിന് മുമ്പേ, ഒരു പക്ഷേ ഈ പ്രപഞ്ചം ഉളവാകുന്നതിന് മുമ്പേ, ഒരു പാട്ടുകാരൻ ഇപ്രകാരമാണ് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞത്, അനാദികാലം മുമ്പേ ദൈവം എന്നെ സ്നേഹിച്ചു. പ്രപഞ്ചം ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ സ്നേഹിച്ചു. സഹോദര സഹോദരി, ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാ. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് വിശുദ്ധ തിരുവചനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ സ്നേഹമൊക്കെ കാണിച്ചു തന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് നിനക്ക് കിട്ടുന്ന ഭൗതിക നന്മ കൊണ്ടല്ല, നിനക്ക് കിട്ടുന്ന രോഗസൗഖ്യം കൊണ്ടല്ല, നിന്റെ ബാങ്കിൽ കിടക്കുന്ന ബാങ്ക് ബാലൻസ് അല്ല ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചത്. പിന്നെ എന്താണെന്നറിയാമോ? വിശുദ്ധ തിരുവചനം വ്യക്തമായി പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മളോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചു. ഒരു പക്ഷേ അല്പമൊന്ന് വിശദീകരിക്കേണ്ടത് ആവശ്യമായിരിക്കുമല്ലോ. അതുകൊണ്ട് മാത്രം ഈ ദൈവസ്നേഹത്തിന്റെ ആഴം എന്റേതായ ചെറിയ ആലോചനയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞ വാക്കിതാണ്, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയ സഹോദര സഹോദരി, ഒരു പക്ഷേ നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത വാക്കായിരിക്കും ഒരു മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നത്. ഒരാളെ കാണുമ്പോൾ
നല്ലതാണെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാ. പക്ഷെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങളൊക്കെ സുവിശേഷവുമായി പോകുമ്പോൾ ആളുകൾക്ക് ഞങ്ങളെ കണ്ടുകൂടാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാ. എവിടെ പോയാലും ഞങ്ങൾ പറയും മനുഷ്യനൊക്കെ പാപിയാണെന്ന്. ഇത് കേൾക്കുമ്പോ ഒരു സഹോദരൻ ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നതൊക്കെ നല്ലതാ, പക്ഷെ ഈ കാര്യം മാത്രം നിങ്ങൾ നിർത്തണം. എന്ത് കാര്യമാ? മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നത്. പക്ഷെ പൊന്നു സഹോദര, ഞങ്ങൾ വിളിക്കുന്ന കാര്യമല്ല മനുഷ്യനെ പാപി എന്ന്. എന്റെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ പുസ്തകം എല്ലാ മനുഷ്യനെയും നോക്കി വിളിക്കുന്ന പേരാ മനുഷ്യൻ പാപിയാണ്. വിശുദ്ധ തിരുവചനം ഇപ്രകാരം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാ പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ ക്ഷണികനായി ജീവിക്കുവാൻ കാരണം, മനുഷ്യൻ സ്വസ്ഥതയില്ലാതെ ജീവിക്കുവാൻ കാരണം, മനുഷ്യൻ നേരിടുന്ന എല്ലാ അസ്വസ്ഥതയ്ക്കും കാരണം ഒന്നേ ഉള്ളൂ, അത് അവൻ പാപിയായതുകൊണ്ടാണ്. പാപിയായതുകൊണ്ട് എന്താ അസ്വസ്ഥത ഉണ്ടാകുന്നത്? കാരണം ഇതാണ്, പാപിയെ ദൈവത്തിന് പാപിയുമായിട്ടൊരു സംസർഗം പുലർത്തുവാനായിട്ട് സാധിക്കത്തില്ല. കാരണമുണ്ട്, ദൈവം നീതിമാനാണ്. ദൈവം നീതിമാനാകിയാൽ നീതിമാനായ ദൈവത്തിന് പാപിയായ മനുഷ്യനോട് സംസർഗം പുലർത്തുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ദൈവം, നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് മനുഷ്യനോട് അകൽച്ചയാണോ? ഉത്തരം ഞാൻ പറയട്ടെ, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. പാപത്തെ വെറുക്കുന്ന ദൈവം മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഏത് തിന്മ പ്രവൃത്തിയെയും വെറുക്കുക മാത്രമേ ദൈവത്തിന് കഴിയുകയുള്ളൂ. എങ്കിലും വിശുദ്ധ തിരുവചനം പറയുന്നത് പാപിയെ ദൈവം സ്നേഹിക്കുന്നു എന്ന. ഒരുപക്ഷെ പരസ്പര വിരുദ്ധമെന്ന് നിങ്ങൾക്ക് തോന്നാം. ഞാൻ പറഞ്ഞു പാപത്തെ ദൈവം വെറുക്കുന്നു എന്ന് പറഞ്ഞു, മറുവശത്ത് പിന്നെയും ഞാൻ പറയുക പാപിയെ ദൈവം സ്നേഹിക്കുന്നു എന്ന്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവം വെറുക്കുന്ന ഒരു സ്വഭാവമാണ് പാപമെങ്കിലും അത് ചെയ്യുന്ന മനുഷ്യനെ ദൈവത്തിന് അറിയാം. അതിന്റെ കാരണം ദൈവത്തിന് അറിയാം. വിശുദ്ധ ബൈബിൾ പറയുന്നത് മനുഷ്യൻ പാപിയായി തീരാൻ കാരണം അവന്റെ കുറവുകളല്ല. അവനെ ഒരു ശത്രു വഞ്ചിച്ച് അവനെ പാപത്തിലേക്ക് തള്ളിവിട്ടത് കൊണ്ടാ ഒരു മനുഷ്യൻ പാപിയായി തീരുന്നത്. വചനപ്രകാരം ഇങ്ങനെയാ പറയുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് പിന്നെയും മടങ്ങി വരിക. നമ്മളൊക്കെ പാപികളാണ് എങ്കിലും, പാപം എന്ന സ്വഭാവത്തെ ദൈവം വെറുക്കുന്നുവെങ്കിലും പാപികളാകുന്ന മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്യത്തിലേക്ക് ഒന്നുകൂടി പറയട്ടെ, എങ്ങനെയാ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? ഉത്തരം, ഞാൻ ആദ്യം ക്രൂശിന്റെ ഭീകരത പറഞ്ഞു. റോമൻ ഗവൺമെന്റിന്റെ ഭരണകാലത്ത് ഏറ്റവും കൊടിയ കുറ്റവാളികളെ ഏറ്റവും മൃഗീയമായി ക്രൂശിക്കുവാനായിട്ട് ആ കാലഘട്ടത്തിലെ ഭരണകൂടം തെരഞ്ഞെടുത്ത ക്രൂശീകരണം എന്ന നീചമായ ആ കൊലപാതക മാർഗം ഇന്നേക്ക് 2000 വർഷം മുമ്പ് യാതൊരു പാപവും ചെയ്യാത്തവനായ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ക്രിസ്തുവിൽ പാപമില്ല കേട്ടോ. സമൂഹത്തിൽ 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ക്രിസ്തുവിൽ ഒരു വ്യക്തിക്കും ഒരു പാപവും കാണിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. രോഗികളെ സൗഖ്യമാക്കി, വിശന്നിരിക്കുന്നവർക്ക് ആഹാരം കൊടുത്തു, അനാഥരെ സംരക്ഷണം ചെയ്തു, എളിയവരെ തന്നോടുകൂടെ ചേർത്തു, കുഷ്ഠരോഗികളുടെ കുഷ്ഠം മാറ്റി, പാപിണിയോട് അവളുടെ പാപം ക്ഷമിച്ച ക്രിസ്തുവിനെ നോക്കിയിട്ട് ഒരു മനുഷ്യനും ഒരു കുറ്റവും പറയുവാനായിട്ട് കഴിയത്തില്ല. ക്രിസ്തു തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തുവാനായിട്ട് കഴിയും? എന്നാൽ അങ്ങനെ ഒരു പാപവും ചെയ്യാത്ത ക്രിസ്തു ഇന്നേക്ക് 2000 വർഷം മുമ്പ് ഏറ്റവും ക്രൂരമായ മരണശിക്ഷയായ ക്രൂശീകരണം അനുഭവിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? വിശുദ്ധ ബൈബിൾ അതിനും ഉത്തരം പറയുന്നുണ്ട്. ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇന്നേക്ക് 2000 വർഷം മുമ്പ് ക്രിസ്തുവിന്റെ അടുക്കലേക്ക്, യോഹന്നാൻ സ്നാപകൻ എന്ന ആ ദൈവദാസന്റെ അടുക്കലേക്ക് ക്രിസ്തു കടന്നു വന്നപ്പോൾ അടുത്തു വരുന്ന ക്രിസ്തുവിനെ നോക്കി യോഹന്നാൻ സ്നാപകൻ വിളിച്ചൊരു പേരുണ്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
ഒരു യാഗമൃഗത്തെ പോലെ ഈ ലോക മനുഷ്യരാശിയുടെ മുഴുവൻ പാപത്തെയും ചുമന്നുകൊണ്ടാണ് പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിലേക്ക് നടന്നു കയറിയത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ആരും ക്രൂശിലേക്ക് കയറ്റിയതല്ല. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി എന്നാ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ പാപികളായിരിക്കുമ്പോൾ പാപി എന്ന വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നുവെങ്കിലും പാപം എന്ന സ്വഭാവത്തെ ദൈവം വെറുക്കുന്നതിനാൽ എന്നെയും നിങ്ങളെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പാപം എന്ന സ്വഭാവത്തെ നമ്മളിൽ നിന്ന് ചുമന്നു നീക്കുവാൻ, നമ്മളൊക്കെ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ അടുത്തേക്ക് വരുവാൻ, ദൈവമുഖത്തേക്ക് നോക്കി ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കേണ്ടതിന് നമ്മളെ അകറ്റിക്കൊണ്ടിരുന്ന പാപമെന്ന സ്വഭാവത്തെ നമ്മളിൽ നിന്ന് മാറ്റുവാൻ നമുക്ക് വേണ്ടി ഇന്നേക്ക് 2000 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട ആ പാപത്തിന്റെ ശിക്ഷ എന്റെ കർത്താവിന്റെ കൈകളിലും കാലുകളിലും അടിച്ച കാരിരുമ്പാണികളാൽ, എന്റെ കർത്താവിന്റെ നെഞ്ചിൽ തറച്ച ആ കുന്തമുനകളാൽ, എന്റെ കർത്താവിന്റെ പുറത്തടിക്കപ്പെട്ട ചാട്ടവാറടികളാൽ, എന്റെ കർത്താവിന്റെ തലയിൽ അടിക്കപ്പെട്ട ആ മുൾമുടിയാൽ ശരീരം മുഴുവൻ രക്തം വാർന്ന് കാൽവറിയിലെ ക്രൂശിൽ എന്റെ കർത്താവ് കിടന്ന് മരിച്ചപ്പോൾ എന്റെ പൊന്നു സഹോദര സുഹൃത്തെ, ദൈവം അതിലൂടെ മനുഷ്യരാശിയോട് വിളിച്ചു പറയുന്ന ഒരു മഹാസത്യമുണ്ട്. മകനെ മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സഹോദര സഹോദരി, ഈ ദേശത്ത് വന്ന് നിങ്ങളെ പാപികളെന്ന് വിളിച്ചിട്ട് ഒന്നും ഞങ്ങൾക്ക് നേടുവാനായിട്ടില്ല. പക്ഷേ പാപിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ നിരാശപ്പെടുത്തുവാനല്ല. പാപിയെ സ്നേഹിക്കുന്ന കർത്താവ്, പാപത്തെ വെറുക്കുന്ന കർത്താവ്, പാപിയായ നിങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ പാപവും വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിലേക്ക് കടന്നു നീങ്ങിയപ്പോൾ അതിലൂടെ വിളിച്ചു പറയുന്ന ഒരു വലിയ സത്യം നിങ്ങളോട് ഞാൻ പറഞ്ഞുവെന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ആ കാൽവറിയിലെ ക്രൂശ. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നോട് നിങ്ങൾ ചോദിക്കുക, ഉത്തരം തെളിവെന്താ അങ്കിളെ? ഞാൻ പറയുന്നു, ക്രൂശിൽ കർത്താവായ യേശു കിടക്കുന്നതാ മോനെ, നിന്നെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. വിശുദ്ധ തിരുവചനത്തിൽ എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവായ യേശുവിനെ നോക്കുക. എന്തിനാണെന്നറിയാമോ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായ യേശുവിനെ നോക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. തനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്നാണ് ആ വിശുദ്ധ തിരുവചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ, എന്റെ മകനെ, എന്നെ കേൾക്കുന്ന മോനെ, നിന്നോട് പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുകയാണ്. കൈയിലും കാലിലും കാരിരുമ്പാണികൾ തറയ്ക്കപ്പെട്ടിട്ടുണ്ട്. ശരീരം മുഴുവൻ രക്തം വാർന്ന് ഒഴുകിക്കൊണ്ട് ഒരു മാംസപിണ്ഡമായിട്ടാണ് ക്രൂശിൽ കിടക്കുന്നത്. ഏറിയ വേദന ആ ശരീരം അനുഭവിക്കുന്നുണ്ട്. താൻ സൃഷ്ടിച്ച സൃഷ്ടികളായ മനുഷ്യൻ സൃഷ്ടികർത്താവായ ദൈവത്തെ പരിഹസിക്കുന്നതിന്റെ പരിഹാസത്തിന്റെ വേദന, ശരീരം മുഴുവൻ അനുഭവിക്കുന്ന ഏറിയ കൊടിയ പീഡനയുടെ വേദന. പക്ഷേ വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാമോ? യേശു ക്രൂശിനെ സഹിച്ചു എന്നാ പറയുന്നത്. ക്രൂശിനെ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു. അപ്പോൾ കർത്താവായ യേശു എന്താ ചെയ്തേ? മരണത്തെ ആസ്വദിക്കുകയായിരുന്നു. അതിന് കാരണം തനിക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ക്രൂശിൽ വേദന അനുഭവിക്കുമ്പോൾ ആ ക്രൂശിനെയല്ല, ആ വേദനയല്ല, ആ ചാട്ടവാറിന്റെ അടിയെയല്ല ക്രിസ്തു നോക്കിയത്. പകരം ആ ക്രൂശിന്റെ വേദനയിലൂടെ താൻ കടന്നു പോകുമ്പോൾ അതിലൂടെ വിടുവിക്കപ്പെടുന്ന മോനെ, നിന്നെ നോക്കിക്കൊണ്ട കർത്താവ് ക്രൂശിനെ സഹിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ മകനെ, നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നീ വിടുവിക്കപ്പെടാൻ, നീ പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ, നീ ഒരു ദൈവ പൈതലായി മാറുവാൻ ക്രിസ്തു ആഗ്രഹിച്ചപ്പോൾ നിന്റെ മുഖത്തേക്ക് 2000 വർഷം നോക്കിക്കൊണ്ടാണ്, 2000 വർഷം മുമ്പ് നോക്കിക്കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിനെ സഹിച്ചത്. ചോദിക്കട്ടെ, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്താ? ഭൗതികമായ അനുഗ്രഹങ്ങളല്ല സഹോദര.
ഞങ്ങൾ ആരും നിങ്ങൾക്ക് ഭൗതികമായ നന്മ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അത് ദൈവം എല്ലാവർക്കും തരും. എന്നാൽ കർത്താവായ യേശുവിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നതിന്റെ കാരണം ഇതുപോലെ സ്നേഹിച്ചിട്ടുള്ള, ഇതുപോലെ സ്നേഹിക്കുവാൻ കൊള്ളാകുന്ന, ഇതുപോലെ നിങ്ങളെ ഉൾക്കൊള്ളുന്ന മറ്റൊരു വ്യക്തിവിശേഷം ഈ ഭൂമണ്ഡലത്തിൽ ഇല്ല എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട്. നിത്യസ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിക്കുമെന്ന് ക്രിസ്തു പറഞ്ഞെങ്കിൽ, അമ്മയെ പോലെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞെങ്കിൽ, വലിയ സ്നേഹം എനിക്ക് വേണ്ടി തന്നുവെന്ന് ക്രിസ്തു പറഞ്ഞെങ്കിൽ, വിശുദ്ധ തിരുവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയ സുഹൃത്തെ, ഇതിൽ കൂടുതൽ എങ്ങനെയാ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത്? സ്വന്തം ജീവനെ മറുവിലയായിട്ട് നൽകി. ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട ശിക്ഷ എനിക്കും നിങ്ങൾക്കും പകരമായി ദൈവം തന്നെ അനുഭവിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചപ്പോൾ, വിശുദ്ധ തിരുവചനം പറയുകയാ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. ഇത്രമേൽ വലിയ സ്നേഹത്തെ ഞങ്ങൾക്ക് എങ്ങനെ പങ്കുവെക്കാതിരിക്കാനായിട്ട് സാധിക്കും? ഇന്നും അനേകർ ഈ സ്നേഹം കാണാതെ കണ്ണുമടച്ചുകൊണ്ട് നിരാശയിലൂടെ പോകുമ്പോൾ, എന്റെ സഹോദര സഹോദരി, ഇതുപോലെ ഒരു സ്നേഹം നിങ്ങൾ മറന്നു കളയരുത്. ബൈബിളിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? വലിയ സ്നേഹം തന്നു, വലിയ വേദന അനുഭവിച്ച്, വലിയ ശിക്ഷാവധി അനുഭവിച്ച് ദൈവമൊരുക്കിയ, മനുഷ്യനൊരുക്കിയ രക്ഷാമാർഗത്തിന്റെ പേരാണ് സഹോദര കാൽവറിയിലെ ക്രൂശ്. ക്രൂശിനെ നിങ്ങൾക്ക് ഒന്ന് വലം വെച്ച് നോക്കണം. ആ ക്രൂശ് നിന്നോട് ഇന്നും വിളിച്ചു പറയുകയാ, മോനെ, നിന്നെ ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഈ സ്നേഹം, ഈ ക്രൂശ് കർത്താവ് അനുഭവിച്ചത്, ഈ ക്രൂശിന്റെ ചുവട്ടിൽ വരുന്നവർക്ക് എല്ലാവർക്കും പാപമോചനമുള്ളത് കൊണ്ട്. കർത്താവായ യേശുവേ, കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടിയാണ് ക്രൂരമായ മരണം അങ്ങ് അനുഭവിച്ചത് ഞാൻ സമ്മതിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ്, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, പക്ഷേ എന്റെ പാപത്തിന് പരിഹാരം ക്രൂശിൽ അങ്ങ് വരുത്തി, ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം മനുഷ്യനൊരുക്കിയ ക്രൂശിലെ ആ രക്ഷാമാർഗത്തെ അംഗീകരിക്കുന്ന ഏത് വ്യക്തികൾക്കും വചനം പറയുന്ന ഒരു വാക്യമുണ്ട്, അവനെ കൈക്കൊണ്ട്, നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിനെ കൈക്കൊണ്ട്, നിന്നെ സ്നേഹിക്കുന്ന യേശുവിനെ കൈക്കൊണ്ട്, നിനക്ക് വേണ്ടി അപമാനം സഹിച്ച യേശുവിനെ കൈക്കൊണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും മക്കളായി തീരാൻ, വെറും മക്കളല്ല, ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. എന്റെ സഹോദര സഹോദരി, ഞങ്ങൾ ഇതൊരു മതത്തിന്റെ സന്ദേശമല്ല പറഞ്ഞത്. ക്രിസ്ത്യാനി എന്നോ മറ്റൊരു മതവും ദൈവത്തിനില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടത് ദൈവം മക്കൾ എന്നുള്ള ഒരു വിഭാഗത്തെയാണ്. ക്രിസ്തുവിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. പക്ഷെ ഒരാളുണ്ട്, എന്നെ സ്വീകരിക്കുന്ന വ്യക്തി ആര്? എന്നെ വിശ്വസിക്കുന്ന വ്യക്തി ആര്? എന്റെ സ്നേഹം മനസ്സിലാക്കുന്ന വ്യക്തി ആര്? ഈ സ്നേഹത്തെ മറികടന്ന് പോകാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇതുപോലെ നമ്മളെ സ്നേഹിച്ചത് ആരാ ഉള്ളത്? ഗുണവാന് വേണ്ടി ഒരുപക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന്, എന്റെ പാപത്തിന് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശ് മരിച്ചതെന്ന് ഞാൻ ഉൾക്കൊണ്ടപ്പോൾ ക്രിസ്തുവിന്റെ സന്നദ്ധയിൽ ഞാൻ എന്റെ ജീവിതത്തെ അടിയറവ് പറഞ്ഞു. യേശു എനിക്കങ്ങനെ ആവശ്യമാണ്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ് ഞാൻ, പക്ഷെ അതുകൊണ്ട് ഞാൻ ദൈവമകനായി തീർന്നില്ല. ക്രിസ്തീയ മതാചാര പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയവനാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ ദൈവമകനായി തീർന്നില്ല. എന്നാൽ ഈ ക്രൂശിലെ സ്നേഹം എന്ന് ഞാൻ ഉൾക്കൊണ്ടോ, കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടിയാണ് എന്റെ കർത്താവ് മരിച്ചതെന്ന് ഞാൻ എന്ന് അംഗീകരിച്ചോ, ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ എന്ന് മുട്ടുമടക്കിയോ, അന്നാണ് ഞാൻ ദൈവവൈതലായി തീർന്നത്. സഹോദര സഹോദരി, കുഞ്ഞുങ്ങളെ, ഈ ദൈവത്തിന്റെ സ്നേഹം ഇത് മറന്നു പോകരുതേ. ഈ സ്നേഹത്തിലേക്ക് നിങ്ങളെ മാടി വിളിച്ചുകൊണ്ട് ദൈവമക്കളായി തീരുവാൻ നിങ്ങൾക്കും ഇന്ന് സാധിക്കുമെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിക്കുന്നു. കാൽവറി ക്രൂശിലെ ആ സ്നേഹം ദൈവം നിങ്ങളെ മാടി വിളിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.